പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 30 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ റിസ്റ്റോറേഷൻ ഡേയ്സിൻ്റെ 7ാം ദിവസം, ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ അവസാന ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. താങ്ക് യു ജീസസ്. ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നൽകിയ നല്ല ഉറക്കത്തിനായി സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഞങ്ങളുടെ പിതാവിൻ്റെ കരങ്ങളെ ഉയർത്തി ഞങ്ങൾ സ്തോത്രം പറയുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ സഭായോഗത്തെ അത്ഭുതമാക്കുന്ന ഞങ്ങളുടെ പിതാവിന് സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, 84-ാം സങ്കീർത്തനം, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ കർത്താവിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ദൂതന്മാർക്കായിട്ട് ഞങ്ങൾ പിതാവിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വ്യാപരിക്കട്ടെ. ആമേൻ. ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആത്മപകർച്ചകൾ ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ, എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ അവസ്ഥകൾ ഇപ്പോൾ വിട്ടുപോയി അവർ ആരോഗ്യമുള്ളവരായി തീരട്ടെ. പ്രത്യേകിച്ച് സ്റ്റൊമക്ക് റിലേറ്റഡ് ഇഷ്യൂസ് എല്ലാം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്റ്റൊമക്കിനകത്ത് വൈറൽ ബുദ്ധിമുട്ട് കാരണം സ്റ്റൊമക്ക് അപ്സെൻ്റ് ആയിരിക്കുന്നവർ, ഛർദിലും ഡയറിയയുടെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർ ഇപ്പോൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. കർത്താവേ, പ്രത്യേക ഇമ്മ്യൂണിറ്റി ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ മേലും യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. നിന്റെ വശത്ത് 1000 വീണാലും നിന്റെ വലത്ത് വശത്ത് 10,000 വീണാലും അത് നിന്നോട് അടുത്ത് വരത്തുള്ളൂ എന്നുള്ള തിരുവെഴുത്ത് പോലെ യേശുവിൻ്റെ നാമത്തിൽ, ആ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ്റെ അഗ്നി ഉണ്ടാകട്ടെ, പ്രത്യേക ദൂതന്മാരുടെ കാവലുണ്ടാകട്ടെ. രോഗങ്ങൾ ഇവരെ തൊടാതെ കർത്താവ് സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കൃപകൾക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗങ്ങൾ വലിയ റിവൈവൽ മീറ്റിങ്ങുകളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭായോഗവും ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഈ റിസ്റ്റോറേഷൻ്റെ 7th ഡേയിൽ ഭയങ്കരമായ റിസ്റ്റോറേഷൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഏടുകളിലും ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ റിസ്റ്റോറേഷനുകൾ എല്ലായിടത്തും ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. കാരണം ഇത് റിസ്റ്റോറേഷൻ്റെ ലാസ്റ്റ് 7th ഡേ ആണ്. ഡെഫിനറ്റ്ലി കർത്താവ് ഒരു അസാധാരണമായ റിസ്റ്റോറേഷൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അയക്കും. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലൂടെ നമുക്ക് വേഗത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കാം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാക്കുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം ദൈവസഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം ദൈവത്തിൻ്റെ സഭ നിറഞ്ഞു വരണം. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം, എല്ലാവരും ദൈവത്തിൻ്റെ നിറവിനാൽ നിറഞ്ഞു വരുവാൻ ഇടവരട്ടെ. മറ്റ് എല്ലാ തിരുവെഴുത്തുകളിലും ഏറ്റവും നമ്മളെ
അമ്പരിപ്പിച്ച് കളയുന്ന ഒരു പ്രസ്താവനയാണ് നമുക്ക് ഇവിടെ വായിക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ദർശനമോ ദൈവത്തിൽ നിന്നുള്ള ഒരു സ്പർശനമോ മാത്രമല്ല, ദൈവത്തിൻ്റെ പൂർണ്ണതയാൽ നാം നിറയപ്പെടണമെന്നാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. അതായത് ഒരു ചെറിയ ദർശനം ഉണ്ടാകണമെന്നോ ചെറിയൊരു എൻകൗണ്ടർ ഉണ്ടാകണമെന്നൊന്നുമല്ല, ദൈവത്തിൻ്റെ പൂർണ്ണതയാൽ ദൈവ പൈതൽ നിറയണം. അതാണ് യഥാർത്ഥ ദൈവ പൈതൽ. അതായത് സ്വർഗങ്ങളെ നിറയ്ക്കുന്ന ദൈവം, പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിലേക്ക് നയിച്ചവൻ, പരിമിതികളോ കുറവുകളോ എതിരുകളോ ഇല്ലാത്തവൻ, തൻ്റെ പൂർണ്ണതയാൽ നമ്മളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു 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 കെട്ടുകഥയല്ല, ഇത് കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പൂർണ്ണതയാൽ നിറയണം. അതായത് നമ്മുടെ മനസ്സ് അവൻ്റെ ജ്ഞാനം കൊണ്ട് നിറയണം, നമ്മുടെ ഹൃദയം അവൻ്റെ സ്നേഹം കൊണ്ട് നിറയണം, നമ്മുടെ ആത്മാവ് അവൻ്റെ ശക്തി കൊണ്ട് നിറയണം, നമ്മുടെ ജീവിതം അവൻ്റെ ഉദ്ദേശം കൊണ്ട് നിറയണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളിലൂടെ ആഗ്രഹിക്കുക നമ്മുടെ മനസ്സ് അവൻ കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയണം. നമ്മളിൽ നിന്നും ദൈവത്തിൻ്റെ ജ്ഞാനം പുറത്തു വരണം, പൂർണ്ണത. നമ്മുടെ ഹൃദയം അവൻ്റെ സ്നേഹം, നമ്മളിൽ നിന്നും അഗാപ്പെ ലവ് പുറത്തു വരണം. നമ്മുടെ ആത്മാവ് ദൈവിക ശക്തി കൊണ്ട് നിറഞ്ഞ് അസാധാരണ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കണം. നമ്മുടെ ജീവിതം ദൈവിക പർപ്പസ് കൊണ്ട് നിറയണം. ഇതൊക്കെയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ ആത്മീയമായി ഒന്നിനും കുറവില്ല. സമാധാനം, സന്തോഷം, ഡെസ്റ്റിനി, ശക്തി എല്ലാം അവനിൽ കാണപ്പെടുന്നു. അതെല്ലാം നമ്മളിൽ കവിഞ്ഞൊഴുകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ശുശ്രൂഷയിലേക്ക്, നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് ഈ ദൈവശക്തിയെ പകരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം, കർത്താവേ അങ്ങയുടെ നിറവിനാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ആ വാക്യത്തിൻ്റെ ആരംഭഭാഗത്ത് പറഞ്ഞത് ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയുന്നതിലൂടെ നമുക്ക് ആ കർത്താവിനെ കൂടുതൽ അറിയും തോറും നമ്മൾ കർത്താവിനാൽ നിറയുവാനിടവരും. കർത്താവിനെ അറിയും തോറും നമ്മൾ അവനെ കൂടുതലായി അവനെ അറിയുകയും അവനിലേക്ക് കീഴ്പ്പെടുകയും നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുകയും ദൈവവചനത്തിൻ്റെ ധ്യാനത്തിലൂടെയും നമുക്ക് ഈ പൂർണ്ണമായ അനുഭവത്തിൽ ജീവിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കരങ്ങളെ ഉയർത്തി പറയാം, കർത്താവേ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ ഇന്ന് ഞങ്ങളെ അങ്ങ് നിറയ്ക്കണം. എന്തിനാലാ? അങ്ങയാൽ ഞങ്ങളെ നിറയ്ക്കണം. ഭയത്താലല്ല, സംശയത്താലല്ല, ടെൻഷനാലല്ല, മറിച്ച് അങ്ങയുടെ പൂർണ്ണതയാൽ, അങ്ങയുടെ സ്നേഹത്താൽ, അങ്ങയുടെ ജ്ഞാനത്താൽ, അങ്ങയുടെ ശക്തിയാൽ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. ഞങ്ങൾ അങ്ങയാൽ നിറയട്ടെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ദൈവമക്കളും അങ്ങയാൽ നിറയട്ടെ. ഓരോരുത്തരും അങ്ങയുടെ ശക്തിയാൽ നിറയട്ടെ, അങ്ങയുടെ ജ്ഞാനത്താൽ നിറയട്ടെ, അങ്ങയുടെ ബലത്താൽ നിറയട്ടെ, അങ്ങയുടെ കൃപയാൽ എല്ലാവരും നിറയപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.